ഒടുവിൽ IT ജീവനക്കാർക്ക് മുൻപിൽ കർണാടക സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇന്ത്യയുടെ ടെക് ഹബ് ഒരു തൊഴിലാളി സമരത്തിന്റെ വിജയത്തിന് സാക്ഷിയായിരിക്കുന്നു. കഴിഞ്ഞ 1.5 മാസമായി കർണാടക ITS ജീവനക്കാരുടെ യൂണിയൻ KITU സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിനൊടുവിൽ ജോലി സമയം 12 മണിക്കൂറായി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു. ജോലി സമയം ഓവർ ടൈം ഉൾപ്പെടെ 12 മണിക്കൂറാക്കാനായിരുന്നു സർക്കാർ നീക്കം. 1961 കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്ത് ജോലി സമയം ഉയർത്താനാണ് തീരുമാനിച്ചിരുന്നത്. സംസ്ഥാനത്തെ ITES മേഖലയിലെ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ നിയമമാണ്. അമിത ജോലിഭാരവും തൊഴിലിടത്തെ ചൂഷണവും മൂലം നിരവധി IT ജീവനക്കാരാണ് സമ്മർദ്ദം നേരിടുന്നത്. ജീവനൊടുക്കുന്ന ടെക്കുകളുടെ എണ്ണമെന്ന് നോക്കിയാൽ അത് മനസ്സിലാകും. വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാതെ ജീവിതം തള്ളി നീക്കുന്ന യന്ത്രങ്ങളായി മനുഷ്യർ പതിയെ മാറുന്നു. പക്ഷേ പുതുതലമുറ ജോലിയെ നോക്കിക്കാണുന്ന രീതി വ്യത്യസ്തമാണ്. വർക്ക് ലൈഫ് ബാലൻസിന് അവർ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ അടുത്ത് ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് വൈറലായിരുന്നു. മൈക്രോയുടെ ഫൗണ്ടറും CEOയുമായ ബ്രൈറ്റ് ഗോൾഡ്സ്റ്റീൻ ഒരു ഉദ്യോഗാർത്ഥിയുമായുള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്നൊരു ഉദ്യോഗാർത്ഥി ഇന്റർവ്യൂവിലെത്തി. വർക്ക് ലൈഫ് ബാലൻസിന് പ്രാധാന്യം നൽകുന്നെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തന്നെ അദ്ദേഹത്തെ വേണ്ടെന്ന് വെച്ചു. ഈ പോസ്റ്റ് വിവാദമായി. കമന്റുകളും നിരവധി പോസ്റ്റുകളും വന്നു. ഇന്ന് പല തൊഴിലിടങ്ങളിലും നടക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ആ പോസ്റ്റ്. ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ജീവനക്കാരും ജീവനക്കാരുടെ ജീവിതങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന കമ്പനികളും. AIയുടെ വരവോടെ നിങ്ങളില്ലെങ്കിലും ജോലി നടക്കുമെന്ന പ്രതീതി വരുത്തി അക്ഷരാർത്ഥത്തിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയാണ് കമ്പനികൾ. ഇതിനു പുറമെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഒരാൾ പോയാൽ കുറഞ്ഞ ശമ്പളത്തിൽ മറ്റൊരാളെ കിട്ടുമെന്നതും കമ്പനികൾക്ക് ചൂഷണം തുടരാൻ ധൈര്യം നൽകുന്നു. മൗലിക അവകാശത്തിനു വേണ്ടി തൊഴിലാളികൾ നടത്തിയ ഒരു സമരം കൂടി വിജയം കാണുമ്പോൾ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. ജീവനക്കാർ കമ്പനികളുടെ അടിമ എന്ന നിലയിലേക്ക് മാറുമ്പോൾ, ജീവിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഈ ചൂഷണം നിയന്ത്രിക്കാൻ ഒരു നിയമനിർമ്മാണം വേണ്ടേ? സർക്കാരുകൾ ഈ ചൂഷണത്തിന് ആക്കം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണോ വേണ്ടത്? അപകടകരമായ രീതിയിലേക്ക് സ്ഥിതി പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണോ നമ്മുടെ സിസ്റ്റം? പക്ഷേ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ അടിമകളായി ജീവിക്കാനോ തയ്യാറല്ലെന്ന് ജീവനക്കാർ വിളിച്ചു പറയുന്ന കാഴ്ചകളാണ് ഇന്ന് കാണുന്നത്. ടെക്കുകളുടെ ഈ സമരം ഇത്തരത്തിൽ ഒന്ന് മാത്രം. ബംഗളൂരുവിൽ തന്നെ EYയിലെ ജീവനക്കാരിയായ അന്നയുടെ മരണത്തിന് പിന്നാലെ വർക്ക് ലൈഫ് ബാലൻസിനായും റൈറ്റ് ടു ഡിസ്കണക്ട് നിയമനിർമ്മാണം വേണമെന്നാവശ്യപ്പെട്ടും ടെക്കുകൾ തെരുവിലിറങ്ങിയിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ സാംസങ് ഫാക്ടറിയിലെ തൊഴിലാളികൾ 1 മാസത്തിലധികം നീണ്ടുനിന്ന സമരം ചെയ്തു. 23 തൊഴിലാളികൾക്കെതിരെ അകാരണമായി അച്ചടക്ക നടപടി സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. സാംസങ്ങിലെ ഈ സമരം ലോക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും സമരങ്ങൾ നടക്കുന്നു. ഇക്കഴിഞ്ഞ മെയ് ദിനത്തിൽ ഫ്രാൻസിൽ നടന്ന റാലിയിൽ 1000-ലേറെ തൊഴിലാളികളാണ് പങ്കെടുത്തത്. ഉയർന്ന വേതനവും ജീവനക്കാർക്ക് സമത്വവും സുരക്ഷയും ഉറപ്പുവരുത്തണമെന്നായിരുന്നു ഉയർന്ന ആവശ്യങ്ങൾ. സ്പെയിനിലും ജീവനക്കാരുടെ യൂണിയനുകൾ തെരുവിലിറങ്ങി. ജോലി സമയം കൂടുതലും ശമ്പളം കുറവും, ഇതിനൊരു പരിഹാരം വേണമെന്നും പ്രവൃത്തി ദിനങ്ങൾ കുറയ്ക്കണമെന്നുമായിരുന്നു ആവശ്യം. ഇക്കഴിഞ്ഞ മാർച്ചിൽ ബെൽജിയം സർക്കാർ നടത്താൻ ഉദ്ദേശിച്ച തൊഴിൽ പരിഷ്കാരത്തിനെതിരെ അവിടെയും വിവിധ തൊഴിലാളി യൂണിയനുകൾ സമരം ചെയ്തു. ഒരു ദിവസം തൊഴിലാളികൾ പണിമുടക്കി. അന്ന് ബ്രസൽസിലെ 2 എയർപോർട്ടുകളിൽ നിന്നുള്ള വിമാന ഗതാഗതം താറുമാറായി. അക്ഷരാർത്ഥത്തിൽ നഗരം സ്തംഭിച്ചു. മറ്റു രാജ്യങ്ങളിൽ പിന്നെ എന്താണ് സംഭവിച്ചത്? ജോലി സമയം കുറച്ചും റൈറ്റ് ടു ഡിസ്കണക്ട് നടപ്പാക്കിയും ഭരണകൂടങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിച്ചു. ഇതുകൊണ്ട് പ്രൊഡക്ടിവിറ്റി മെച്ചപ്പെടുന്നെന്നാണ് പഠനങ്ങളും പറയുന്നത്. ഇന്ത്യയിലും വേണ്ടത് അതുതന്നെയാണ്. ഫ്യൂച്ചർ ടെക്കിലാണെന്ന് പറയുമ്പോൾ ടെക്കുകളുടെ ഫ്യൂച്ചറും നോക്കണം, ഒപ്പം പ്രസന്റും. ജോലി ചെയ്യുന്നത് ജീവിക്കാനാണെന്ന് പുതുതലമുറയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവർ വിദേശങ്ങളിലേക്ക് കുടിയേറുന്നത്. നമ്മുടെ രാജ്യത്ത് നല്ല തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാനായില്ലെങ്കിൽ, നിലനിർത്താനായില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ ശക്തി എന്ന് വിലയിരുത്തുന്ന യുവതലമുറയെയാകും. വൈകും മുൻപ് പ്രശ്നം തിരിച്ചറിഞ്ഞ് ഇടപെടേണ്ടത് വിവേകമുള്ള ഭരണകൂടത്തിന്റെ കടമയാണ്. ഇല്ലെങ്കിൽ ഇനിയും യുവാക്കൾ തെരുവിലിറങ്ങുമെന്ന് ഉറപ്പാണ്. അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ എല്ലാ കാലത്തും സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ട്. അങ്ങനെ നേടിയെടുത്തതാണ് ഇന്ന് നാം കാണുന്ന പലതും. ഇന്ന് ഈ സമരങ്ങളെ പുച്ഛിക്കുന്നവരും സമരങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്നതിൽ പെടുന്നുണ്ട്. ടെക്കുകളായാലും സാംസങ്ങിലെ പോലെ സാധാരണ തൊഴിലാളികളായാലും ശരി, അവകാശങ്ങൾക്കായി പോരാടാൻ, അത് നേടിയെടുക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് മടിയില്ല. അവരെ അതിലേക്ക് എത്തിക്കാതെ വേണ്ടത് ചെയ്യേണ്ടത് സർക്കാരുകളാണ്. അതവർ തിരിച്ചറിയട്ടെ, നടപടിയെടുക്കട്ടെ.